അപ്രീഷിയേറ്റിംഗ് ഫിക്ഷനിലെ സെക്കൻഡ് മൊഡ്യൂളായ ഷോർട്ട് ഫിക്ഷനിലെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ കാക്ടസ് റിട്ടൺ ബൈ വില്യം സിഡ്നി പോർട്ടർ അഥവാ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വില്യം സിഡ്നി പോർട്ടർ, അതാണ് ഈ ഒരു ഹെൻറിയുടെ ഒറിജിനൽ നെയിമാണ് വില്യം സിഡ്നി പോർട്ടർ. മറ്റൊരു സിഡോണിമാണ്, ഒരു അപരനാമമാണ്. വാസ് ആൻ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. പിന്നെ സെപ്റ്റംബർ 11 1862 ഗ്രീൻസ്ബോറോ നോർത്ത് കരോളിനയിലാണ് ഹെൻറി ജനിച്ചത്. അപ്പോൾ ഈ ഒരു ഹെൻറി എന്നുള്ള ഒരു നെയിമിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. കുറേ വർക്ക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Porter published stories under various pseudonyms while he was in prison but became best known as Henry. അപ്പോൾ അദ്ദേഹം പ്രിസണിലായിരുന്നു. അപ്പോൾ കുറേ സ്യൂഡോണിംസിൽ അദ്ദേഹം സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബെസ്റ്റായിട്ട് എടുത്തതാണ് ഈ ഒരു ഹെൻറി. അത് ആ സ്യൂഡോണിം എങ്ങനെയാണ് അപ്പിയർ ചെയ്തത്? ഈ pseudonym that first appeared over the story Whistling Dick's Christmas Stocking. ആ ഒരു സ്റ്റോറിയിലാണോ ഈ ഒരു pseudonym അപ്പിയർ ചെയ്തത്. അങ്ങനെ അതാണ് ഫേമസ് ആയത്. കുറേ വർക്ക്സ് അദ്ദേഹത്തിനുണ്ട്. ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മേഗി, ദ ഡ്യൂപ്ലിസിറ്റി ഓഫ് ഹാർഗ്രീവ്സ്, ദ റാൻസം ഓഫ് റെഡ് ചീഫ്, ദ ലാസ്റ്റ് ലീഫ് എക്സെട്ര. അതുപോലെ തന്നെ ദ കാക്ടസ് ഒക്കെയാണ് ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ്. His short stories have been widely reprinted and translated and have been adapted for radio, stage and television programs. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെയൊക്കെ, അതായത് റേഡിയോയിൽ, സ്റ്റേജിലും ടെലിവിഷൻ പ്രോഗ്രാംസിലൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറീസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ് ലാസ്റ്റ് നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടാകും, നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടാവും എൻഡിങ്ങിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറീസ്. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവ് അതൊക്കെ പഠിച്ചില്ല. അതേപോലെ തന്നെ ഈ ഒരു ദ കാക്ടസ് നിലയിൽ ഹെൻറി യൂസ് ചെയ്തത് തേർഡ് പേഴ്സൺ ലിമിറ്റഡ് നെറേറ്റീവ് ആണ് ഇതിൽ ഹെൻറി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു മെയിൽ ക്യാരക്ടറിൻ്റെ, അതായത് മാൻ്റെ പേരാണ് ട്രിസ്ഡെയിലും അതുപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടറുണ്ട്. ഫീമെയിൽ ക്യാരക്ടറിൻ്റെ നെയിം ഇതിൽ പറയണില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു പ്രൈഡായിട്ടുള്ള, ഒരു വെയിൻ തോട്ട്സ് ഉള്ള, അങ്ങനെ ഒരു വാനിറ്റി ഉള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. അതായത് എപ്പോഴും ഒരു ഈഗോയിസം, തനിക്കൊരു കുറവുമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും വലുതിങ്ങനെ പറയില്ല, പൊങ്ങച്ചം പറയണം, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇതിൽ ഫീമെയിൽ ക്യാരക്ടറും മെയിൽ ക്യാരക്ടറും രണ്ടാളും ഭയങ്കര നല്ല അടുപ്പത്തിലായിരുന്നു കേട്ടോ. ഫീമെയിൽ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ട്രിസ്ഡെയിലിനെ. എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ചൊരു ഗോഡായിട്ട്, അതുപോലെ തന്നെ പ്രീസ്റ്റിനെ ടെമ്പിളിലെ ദൈവമായിട്ട്, അങ്ങനെയൊക്കെ അത്തരത്തിലൊക്കെ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ മെയിലിനെ കണ്ടു, ഈ ഒരു ട്രിസ്ഡെയിലിനെ കണ്ടു. ബട്ട് ഇത്രയൊക്കെ പോസിറ്റീവായിട്ട് ഈ ഫീമെയിൽ ക്യാരക്ടർ ട്രിസ്ഡെയിലിനെ വിശേഷിപ്പിച്ചു. ട്രിസ്ഡെയിൽ ഒരു ടൈം പോലും തനിക്ക് ഇങ്ങനെ ഈ ഒരു കുറവുണ്ടെന്നോ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടറിനെ കുറിച്ച് ഒരു പോസിറ്റീവായിട്ടൊന്നോ അങ്ങനെ ഒന്നും പറയില്ല. അത് ഓൾവേസ് ആ ഒരു ഇങ്ങനെ നമ്മൾ ഒരാളിങ്ങനെ ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രൈഡിൽ ഇങ്ങനെ നിൽക്കുക, ഓൾവേസ് ഒരു അഹങ്കാരത്തോട് കൂടി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരിക്കുക ട്രിസ്ഡെയിൽ. അങ്ങനെ ഇതിൽ നിൽക്കുമ്പോഴാണ് അത്തരത്തിലുള്ളൊരു ട്രിസ്ഡെയിലിനും റിയലി ഫീമെയിൽ ക്യാരക്ടറിനോട് ഒരു ഇതുണ്ട്, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഭയങ്കര ഒരു ഡിമാൻഡിൽ അങ്ങനെ പോയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഫീമെയിൽ ക്യാരക്ടർ സ്പാനിഷ് ലാംഗ്വേജിനെ കുറിച്ച്, അതായത് സ്പാനിഷ് ലാംഗ്വേജ് അറിയുമെന്ന് ചോദിക്കുമ്പോൾ വെരി ഫ്ലുവൻ്റ് ഇൻ സ്പാനിഷ് ലാംഗ്വേജ്. ബട്ട് ട്രിസ്ഡെയിലിന് യഥാർത്ഥത്തിൽ സ്പാനിഷിലൊരു വേർഡ് അറിയാം, അതൊന്നും അറിയില്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ബട്ട് എന്നാലും അതിൻ്റെ ഒരു കുറച്ചിൽ അവർക്ക് പറഞ്ഞില്ല, എനിക്ക് സ്പാനിഷ് ലാംഗ്വേജ് വെരി ഫ്ലുവൻ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇങ്ങനെ കരുതി സ്പാനിഷിൽ കാക്ടസ് പറഞ്ഞ ഈ ഒരു കള്ളിമുൾച്ചെടിയില്ലേ, അതിൻ്റെ അത് ട്രിസ്ഡെയിലിന് ഒരാളുമായിട്ട് അയച്ചു കൊടുത്തു. അന്ന ടൈം ഒരു നെയിം എഴുതി, സ്പാനിഷിൽ എഴുതി, എന്താ സ്പാനിഷിൽ ഇഷ്ടമാണെങ്കിൽ എന്നെ എടുത്തോ എന്നുള്ള അങ്ങനെ എഴുതിയിട്ടോ. ബട്ട് റിയലി ഈ ട്രിസ്ഡെയിലിന് ഈ സ്പാനിഷ് വേർഡ് അറിയില്ല. അങ്ങനെ അവന് ഇതിന് പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും ചെയ്തില്ല, റിജക്റ്റ് ചെയ്തു, ഒന്നും ഇതാക്കിയില്ല. അപ്പോൾ ആ ഫീമെയിൽ ക്യാരക്ടർ മനസ്സിലാക്കി ട്രിസ്ഡെയിലിന് എന്നോട് സ്നേഹമില്ല എന്താന്ന് അറിയാണ്ട് അത് അവൾക്ക് ആകെ ഒരു ഡിപ്രസ്ഡായി. ദെൻ
അവൾ വേറെ ഒരു കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ട്രിസിഡേലിന് ഭയങ്കര ഇത് ഫീൽ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കിടയിൽ എന്താ നടന്നത്, അവൻ്റെ ഒരു കുറവും അവളുടെ ഇതാക്കിയില്ല. ഓൾവേസ് ഭയങ്കര ഒരു പൊങ്ങച്ചത്തിൽ അങ്ങനെ പോയി. അവന് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് സ്പാനിഷ് ലാംഗ്വേജും അറിയില്ല. പക്ഷെ അവൾ കരുതി സ്പാനിഷ് ലാംഗ്വേജ് അറിയും കരുതി കാക്ടസുമേ സ്പാനിഷിൽ എഴുതിക്കാണ്ട് അയച്ചു കൊടുത്തു. ഓനക്കതിൻ്റെ മീനിങ് മനസ്സിലായില്ല, ഒന്നും റിപ്ലൈ ചെയ്തില്ല. അപ്പോൾ അങ്ങനത്തെ അവർക്കിടയിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റോറിയിൽ ദ കാക്ടസ് എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയപ്പെടുന്ന യങ് മാൻ ഇൻ ദി സ്റ്റോറി എ സെൽഫ് ഇൻ്റലിജൻറ്റ് pretentious and vain young man named Trisdale has lost out in love. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോസ്റ്റ് ലവിനെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് ലവർ ഹാഡ് മാരീഡ് അനദർ മാൻ ആൻഡ് ഹി കോൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് വെൻ റോങ് ഇൻ ദ റിലേഷൻഷിപ്പ്. അറ്റ് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ലവർ വേറൊരു ഗ്രൂമിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ട്രിസ്ഡേൽ കൺഫ്യൂസ്ഡ് ആവണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. All he knows is that the day after he proposed marriage to the girl he loved, she sent him a cactus in a red pot through her groom. അപ്പോൾ അറ്റ് ലാസ്റ്റ് ആ മാരേജ് നടക്കണം അന്നാണ് ഫീമെയിൽ ക്യാരക്ടർ ട്രിസിഡൈലിനെ ഒരു കാക്ടസ് ജാറിലാക്കി ഒരു പോട്ടിലാക്കിയിട്ട് ട്രിസിഡൈലിനെ അയക്കണത്. അപ്പോൾ ഈ ഒരു കാക്ടസമ്മ സ്പാനിഷ് ലാംഗ്വേജിൽ എഴുതിക്കണു. ഇങ്ങനെ എനിക്കെന്നെ ഇഷ്ടമാണോ എന്ന് സ്പാനിഷ് ലാംഗ്വേജിൽ എഴുതിക്കണു. വെൻഡോ മാർമേ, ദാറ്റ് മീൻസ് കം ആൻഡ് ടേക്ക് മീ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ബട്ട് ട്രിസിഡേലിന് ഇതിൻ്റെ മീനിങ് അറിയാത്തത് കൊണ്ട് തന്നെ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അങ്ങനെ ആ ഫീമെയിൽ ക്യാരക്ടറിന് ആകെ ഒരു ഫീലിംഗ് തോന്നി അങ്ങനെ വേറെ ഒരു മാരേജിന് തയ്യാറാവുകയാണ്. ട്രിസിഡേൽ വാസ് എ പേഴ്സൺ ക്ലോത്ത്ഡ് ഇൻ ദ ഗാർമെൻറ്റ്സ് ഓഫ് വാനിറ്റി, പ്രൈഡ് ആൻഡ് കൺസീറ്റ്. അപ്പോൾ ഈ ട്രിസിഡേൽ എങ്ങനെയാണ് ഓൾവേസ് വാനിറ്റി അങ്ങനെയാണ്. പിന്നെ പ്രൈഡായിട്ട് എപ്പോഴും ഇങ്ങനെ അഭിമാനത്തിൽ ഒരു കുറവുമില്ലാതെ അങ്ങനെ ആ ഒരു കൺസീറ്റ്, ആ ഒരു ഇതിൽ കൺസീറ്റ് മീൻസ് എക്സസീവ് പ്രൈഡ് തന്നെയാണ് കേട്ടോ. അത്തരത്തിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് ട്രിസിഡേൽ. The women whom he loved was devoted to him and worshipped him as if he were a god. ആ ഫീമെയിൽ ക്യാരക്ടർ എങ്ങനെയാണ് ട്രിസിഡേലിനെ കണ്ടിരുന്നത്? ആസ് എ ഗോഡായിട്ട്, അത്ര വർഷിപ്പ്ഡ് ഹിം, ഡിവോട്ടഡ് ടു ഹിം, അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ബട്ട് അദ്ദേഹം ഇത്രക്ക് ഒരു വില നൽകിയ അത് അവൾക്കിടയിലൊന്നും എക്സ്പ്രസ് ചെയ്തില്ല. അതുകൊണ്ടാണ് അറ്റ് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഹാർട്ടനിങ് മൊമെൻ്റ് ഉണ്ടായത്. She had put him on a pedestal to which she lit the incense of her love. അദ്ദേഹത്തെ എങ്ങനെയാണ് അവൾ പെഡസ്റ്റിൽ ഒരു പീഠത്തിൽ അത്ര എന്താ പറയുക, അത് എങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൽ വർണ്ണിക്കണത്, എങ്ങനെയൊക്കെയാണ് അവൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. ആ ഇൻസ്റ്റൻസ് ഓഫ് ലവിനെയാണ് ഇതിൽ പറയുന്നത്. ദിസ് സിഗ്നിഫൈസ് എ വെരി അൺഹെൽത്തി ലവ് അഫെയർ വെർ എ പാർട്ട്ണർ ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ് ഈസ് ഈക്വേറ്റഡ് ആസ് എ ഗോഡ് ഓർ ഡെമി ഗോഡ്. Such adoration makes the person being adored even more conceited and proud. അപ്പം ഇങ്ങനെയൊക്കെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ ട്രിസിഡേലിനെ അഭിനന്ദിക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ പൊങ്ങല്ലാതെ തൻ്റെ ഫീമെയിൽ ക്യാരക്ടറിനെ കുറിച്ച് ഒരു നല്ലത് വാക്ക്, ഒരു പോസിറ്റീവ് തോട്ട് പോലും പറഞ്ഞില്ല. ആ ഒരു അഭിമാനത്തിൽ അങ്ങനെ പോവുക ചെയ്ത്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ട്രിസിഡേൽ. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഹി വാസ് നോട്ട് എക്സാക്ട്ലി ഫോളിങ് ഇൻ ലവ് വിത്ത് ദ വുമൻ ഹു അഡോർഡ് ഹിം, റാദർ ഹി ലവ്ഡ് ദ വേ ഷി വാസ് ഡിവോട്ടഡ് ഹിം. അവൾ അദ്ദേഹത്തെ നന്നായി സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹമുണ്ട്, ബട്ട് എന്ത് ചെയ്യണത് അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യണില്ല. അവളിങ്ങനെ സ്നേഹിക്കുന്നതും അവളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ അതൊക്കെ എല്ലാം ഇങ്ങനെ ഇതാക്കിയാണ്ട് ആ ഒരു പ്രൗഡിൽ ഇങ്ങനെ നിൽക്കുക. ഷി വാസ് ഡെഡിക്കേറ്റഡ് ടു ഹിം ലൈക്ക് എ പ്രീസ്റ്റ് ടു ഹിസ് ടെമ്പിൾ. Trisdale could no wrong in her eyes, and he was always paid homage to by the lover. Then പിന്നെ പറയുന്നത് എന്താ, he approved of this very unhealthy love equation. He basked in it. Like the Old Testament God, he happily consumed the sacrifice of his lover's virginal love for him. He used to absorb the oblation without giving in her anything positive in return. ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും പോസിറ്റീവായിട്ട് റിട്ടേൺ ആയിട്ട് ഒരു പോസിറ്റീവും ഈ ട്രിസിഡേൽ തൻ്റെ ഫീമെയിൽ ക്യാരക്ടറിനോട് പറയുന്നില്ല.
ഹി നെവർ സ്പോക്ക് ഓഫ് ഹെർ പ്ലസ് പോയിൻറ്റ്സ്, ഒന്നും പറയുന്നില്ല, ഒരു പ്ലസ് പോയിൻ്റ് പോലും ചെയ്യണില്ല. എങ്ങനെ പോലെ അവിടെ ഒരു എക്സ്പ്രഷൻ പറയുന്നുണ്ട്, ഹി ജസ്റ്റ് അബ്സോർബ്ഡ് ഓൾ ഹെർ പ്രൈസ് ലൈക്ക് എ ഡെസേർട്ട് അബ്സോർബ്സ് റെയിൻ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് എനി ട്രീ ഓർ ഫ്രൂട്ട്. അതായത് മരുഭൂമിയിൽ എത്രത്തോളം മഴ പെയ്താലും ആ ഡെസേർട്ടോ ഒരു ഫ്രൂട്ടോ ഒരു പ്ലാന്റോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണില്ലല്ലോ, ട്രീയോ ഫ്രൂട്ടോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണില്ലല്ലോ. അതുപോലെ തന്നെ ഇവൾ ഇത്രത്തോളം സ്നേഹം കൊടുത്തിട്ടും ഒരു എക്സ്പ്രഷൻസും ട്രിസിഡേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണില്ല. ട്രിസിഡേൽ became prouder as the days went by. We realized from the nature of his Edwardian piece that O. Henry is out to prove that pride has a downfall. അങ്ങനെ പോകുമ്പോഴാണ് അങ്ങനെ ഇതായിട്ടോ ആ ട്രിസിഡേൽ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പറയാം. ഇനി ആ ഗേളിൻ്റെ ക്യാരക്ടർ എങ്ങനെയെന്ന് വെച്ചാൽ, ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ടു ബി പ്യൂരിറ്റി ഇൻകാർണേറ്റ്. അതായത് നല്ലൊരു അവതാരമായിരുന്നു കേട്ടോ, നല്ലൊരു പ്യൂറായിട്ട് നല്ലൊരു ഗേളായിരുന്നു. എങ്ങനെയൊക്കെ ആസ് വിർജിനൽ, ഷൈ, ചൈൽഡ് ലൈക്ക്, വേർഷിപ്പ്ഫുൾ ആൻഡ് മോഡസ്റ്റ് ആർ യൂസ്ഡ്. ബട്ട് സ്ട്രേഞ്ച്ലി ഓ ഹെൻറി ഡസ് നോട്ട് ഗിവ് ഹെർ എ നെയിം. ബട്ട് ഈ ഒരു ഇതിൽ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ നെയിം ഓ ഹെൻറി പറയണില്ല. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഷി വാസ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആൻഡ് ഹാഡ് നോ ഐഡൻറ്റിറ്റി ഓഫ് ഹെർ ഓൺ ആസ് എ ഹ്യൂമൻ ബീങ് ഇൻ ദ മൈൻഡ് ഓഫ് ട്രിസിഡേൽ. അങ്ങനെ അവൾ എത്രത്തോളമാണ് ട്രിസിഡേലിനെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് പെട്ടെന്ന് അവൾ തീരുമാനിക്കുന്നത് ട്രിസിഡേലിനെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കണം, കാക്ടസും എഴുതി കൊടുക്കുക. കാരണം അദ്ദേഹം ഒരു ഫ്ലുവൻ്റ് ഇൻ സ്പാനിഷ് ലാംഗ്വേജ് അല്ലേ, അങ്ങനെ കൊടുക്കാമെന്ന് ധരിക്കുന്നത്. അറ്റ് ലാസ്റ്റ് she is a typical early 20th century girl next door whom any bachelor would love to marry. ആരും ഇഷ്ടപ്പെടും അവളെ കല്യാണം കഴിക്കാൻ. അത്തരത്തിലുള്ള ഒരു വെരി ടിപ്പിക്കൽ ഒരു മോഡേൺ ഗേൾ ആയിരുന്നു കേട്ടോ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ. അങ്ങനെ ഇരിക്കുകയാണ് ഇവൾ ഇങ്ങനെ വെൻഡമോർമേഷ് സ്പാനിഷിൽ റിട്ടേൺ ചെയ്തു. കം ആൻഡ് ടേക്ക് മീ എന്നാണ് അതിൻ്റെ മീനിങ്. അദ്ദേഹം ഇവളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതിലാണ് അങ്ങനെ അയച്ചത്. But when he does not respond the way she thought, she feels rebuffed and her actions cools towards him. അപ്പോൾ അദ്ദേഹം ഒരു റിപ്ലൈയും തരാതിരുന്നപ്പോൾ അവൾ ടോട്ടലി ഡിപ്രസ്ഡ് ആയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവളിങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സ്പാനിഷ് ലാംഗ്വേജ് അറിയാം. പക്ഷേ ഈ സ്പാനിഷ് ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞ ഒരാൾ അതൊരു ക്യാപ്റ്റനായ കറൂത്തർ ആയിരുന്നു. അദ്ദേഹം റിയലി ഒരു ഇഡിയറ്റാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഹീനോ സ്പാനിഷ് ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഇവള്. ബട്ട് എന്നാലോ ഈ ട്രിസിഡേൽ മാറ്റി തിരുത്തിയതുമില്ല, അതിനോ വെരി ഫ്ലുവൻ്റ് ഇൻ സ്പാനിഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കിടയിലുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഈ ഒരു ട്രിസിഡേലിൻ്റെ ഈഗോ കാരണമാണ് ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായത്. സോ ഇത്രേ ഇതിൽ പറയണുള്ളൂ. ഈ ഒരു ഇത് നടക്കുന്നത് ഇവളുടെ കല്യാണത്തിന് വെച്ചാണ്. അപ്പോൾ ഇവളുടെ മാരേജിന് ട്രിസിഡേലിനെ വിളിച്ചിരുന്നു. അവർ അത്രയും നല്ലൊരു ഇതുള്ള ആളുകളല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിസിഡേലിനെ വിളിച്ചിരുന്നു. സോ ആ ട്രിസിഡേൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവളുടെ ബ്രദർ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെയല്ല ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്കിടയിലുള്ള ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഒരു ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് അവർക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ ഹെൻറീസ് കുറേ സിംബോളിക് മെസ്സേജസ് ഈ ഒരു കാക്ടസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം കാക്ടസ് നല്ലൊരു സിമ്പിളാണ്. ദെൻ ദ ഇമാജിനേറ്റീവ് ജീനിയസ് ഓഫ് O. Henry ട്രാൻസ്ഫോം ദ തിയറി കാക്ടസ് ഇൻ എ സിമ്പിൾ ഓഫ് അമോർഫസ് ഇൻവിറ്റേഷൻ. അമോർഫസ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാക്ടസിനെ എങ്ങനെ ആക്കുന്നുണ്ട് അതായത് ഒരു അമോർഫസ് മീൻസ് വിത്തൗട്ട് ക്ലിയർലി ഡിഫൈൻഡ് ഷേപ്പ് ഓർ ഫോം. അങ്ങനത്തെ ഒരു ഇതാണ് ഈ ഒരു O. Henry ഈ കാക്ടസിനെ സിംബോളൈസ് ചെയ്യുന്നത്. ട്രിസിഡേൽസ് സ്ലോ ഓപ്പണിംഗ് ഓഫ് ഗ്ലൗസ് became symbolic of his conscious rejection of the past. The thorn of the cactus metaphorically deflates the bubble of Trisidale's conceit. അപ്പോൾ ആ ഒരു കാക്ടസിൻ്റെ എങ്ങനെയാണ് ഇതിൽ ഇതാക്കുന്നത്, ട്രിസിഡേൽസിൻ്റെ ആ ഒരു കൺസീറ്റിന്, അതായത് എക്സസീവ് പ്രൈഡ്, ആൾവേസ് ഇങ്ങനെ എപ്പോഴും തനിക്ക് ഇടയിലൊരു കുറവുമില്ല എന്നുള്ള ആ ഒരു ഇതിനൊക്കെയാണ് ഈ ഒരു കാക്ടസിൻ്റെ ആ തോണോണ്ടൊക്കെ മെറ്റഫറിക്കലി ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് പോയിൻറ്റ്സ് ടു ദിസ് ട്രൂ നേച്ചർ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് ലൈസ്, പ്രൈഡ് ആൻഡ് വെയിൻ തോട്ട്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈസും പ്രൈഡും വെയിൻ തോട്ട്സുമായി അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ
അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൽ ഉണ്ടായ ആ ഒരു നഷ്ടങ്ങളെ കുറിച്ച്, ലോസ്റ്റ് ലവിനെ കുറിച്ചൊക്കെയാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്.